പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫോട്ടോയിൽ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സാരിയില്ലേ, ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് എടുത്തതാണ്. അപ്പം ഓണം സീസണൊക്കെ അല്ലേ, നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ സാരിയൊക്കെ വീട്ടിൽ തന്നെ ഡിസൈൻ ചെയ്ത് എടുക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കേരള കോട്ടൺ സാരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ബ്ലോക്ക് പ്രിൻറ്റിങ്ങും അതുപോലെ കുറച്ച് ഹാൻഡ് പെയിൻറ്റിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പുതിയ സാരി ആണെങ്കിൽ ആ സാരി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് അതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുക്കണം. സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് നന്നായിട്ട് അയൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് നന്നായിട്ട് അതിൽ പിടിച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ പെയിൻറ്റൊക്കെ ഇളകിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ഈ ഒരു സാരി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫേബർ കാസിലിൻ്റെ ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു ഫാബ്രിക് ബൈൻഡറും കൂടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബ്ലോക്ക് പ്രിൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലോക്ക് പ്രിൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു 24 hours എങ്കിലും നമ്മൾ ഇതുപോലെ ഓയിലൊന്ന് ഇട്ട് വെക്കണം. എന്നാലേ കളറ് നന്നായിട്ട് നമുക്ക് ഈവണായിട്ട് തുണിയിൽ പിടിച്ച് കിട്ടുള്ളൂ. ചിലരിത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന കാണാം. ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിലൊന്നും പെയിൻറ്റ് നമുക്കിതിൽ ക്ലോത്തിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടില്ല. ഞാൻ എടുത്തിരിക്കുന്ന സാരി ഞാൻ ഇതുപോലെ അതിൻ്റെ മുന്താണി പോർഷൻ ഇതുപോലെ ടേബിളിൽ വിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാനൊരു 4 ലെയറോളം ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആവശ്യമില്ലാത്തൊരു ക്ലോത്തും കൂടി വിരിച്ചിട്ടിട്ടുണ്ട്. കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നമുക്ക് താഴത്തോട്ടേക്ക് പോകും. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ലാത്തൊരു ക്ലോത്തും കൂടി വിരിക്കുകയാണെങ്കിൽ അതിലായിക്കോളും. അതിനുശേഷം പ്രിൻ്റ് ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര ഗ്യാപ്പിലാണോ നമുക്ക് ആ പ്രിൻ്റ് വേണ്ടത് അത്രയും ഗ്യാപ്പിൽ ഞാൻ ഇതുപോലെ ഈക്വലായിട്ടൊന്ന് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫേബർ കാസിലിൻ്റെ ഈ ക്രിംസൺ റെഡ് ഈ കളറാണ് ഞാൻ എടുക്കുന്നത്. അതിനുശേഷം ഈ ഫാബ്രിക് ബൈൻഡറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ സ്പോഞ്ചിൽ ഞാൻ ആദ്യം ഒന്ന് റഫായിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി ഈ സ്പോഞ്ചിൽ 2 തുള്ളി ഫാബ്രിക് ബൈൻഡർ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒരു 8-9 തുള്ളിയോളം ഈ ഫാബ്രിക് കളറും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ സ്പോഞ്ചിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ബ്ലോക്ക് ഇതിൽ മുക്കിയിട്ട് ഏതെങ്കിലും ഒരു റഫ് തുണിയിൽ ആദ്യം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡയറക്റ്റ് തുണിയിൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഇതിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഒരു തുണിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് സാരിയിലും കൂടി ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ സാരിയിലും ആ സ്പോഞ്ചിലും മുക്കി ഒരു പ്രാവശ്യം കൂടി വെക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ സ്പോഞ്ചാണെങ്കിൽ ഒരുപാട് പെയിൻറ്റ് ഉള്ളിലോട്ടേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ ഐഡിയ ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റിൽ 2 തുള്ളി ഈ ബൈൻഡറും അതുപോലെ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ ഒരു 8-9 തുള്ളി പെയിൻറ്റ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയ സ്പോഞ്ച് കൊണ്ട് ആ ബ്ലോക്കിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ മുക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ അധികം പെയിൻറ്റൊന്നും വേസ്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നേരത്തേതിനേക്കാളും കുറച്ചും കൂടി നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഐഡിയ ആണ് കുറച്ചും കൂടി ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ അതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത സ്ഥലത്തൊക്കെ ഇതുപോലെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫാബ്രിക് ബൈൻഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാബ്രിക് ബൈൻഡർ യൂസ് ചെയ്യുമ്പം നമുക്ക് കളർ കുറച്ചും കൂടി നന്നായിട്ട് തുണിയിൽ പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുന്താണി പോർഷനിലെല്ലാം ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ബ്ലോക്സ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ലീഫ് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫാബ്രിക് ബൈൻഡറും അതുപോലെ ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലീഫ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ബ്ലോക്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റും. പൊട്ടറ്റോ അല്ലെങ്കിൽ ക്യാരറ്റ് അതിലൊക്കെ നമുക്ക് ആ ഡിസൈൻ ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അത് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതുപോലെ ചെയ്യാം. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുഷൻ കവറിൽ വെജിറ്റബിൾ പ്രിൻറ്റിംഗ് എന്നാണ് അതിന് പറയുക. അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തമ്പനെയിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ കൊടുക്കാം. അതുപോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് കാണാൻ പറ്റും. അതുപോലെ ഇത് കേരള സാരിയിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന വീഡിയോയും ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബഡ്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ക്ലോത്തിൽ പെയിൻറ്റിങ് ചെയ്യുന്നത് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
ഈ ഒരു പെയിൻറ്റ് 24 അവേഴ്സ് ഉണങ്ങാൻ ഇതുപോലെ വെക്കണം. അപ്പോൾ അടിയിൽ കുറച്ച് ഇതുപോലെ പിടിച്ചിരിക്കും. അത് നമ്മൾ പതുക്കെ ഒന്ന് പറിച്ച് മാറ്റിയാൽ മതി. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ബോർഡറിലും ഒക്കെ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. പെയിൻറ്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു 24 അവേഴ്സ് ഈ പെയിൻ്റെല്ലാം ഒന്ന് ഉണങ്ങാൻ വെക്കണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാരി തിരിച്ചിട്ടിട്ട് ഈ പെയിൻറ്റിങ് ഒക്കെ ചെയ്തതിൻ്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ സാരി കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കളറൊന്നും മങ്ങാതെ നല്ല ഭംഗിയിലിരിക്കും. ഞാൻ മുമ്പ് ചെയ്ത സാരിയൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിൽ അതുപോലെ തന്നെ ഉണ്ട്. ഇനി ഞാൻ മുമ്പ് ചെയ്ത കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ അതുപോലെ എംബ്രോയ്ഡറിയുടെയൊക്കെ ഒരു തംബ്നെയിൽ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. അപ്പം പെയിൻറ്റിങ് ചെയ്യുന്നതൊക്കെ സിമ്പിളായിട്ടുള്ള ഐഡിയാസ് വെച്ചിട്ടാണ്. അതൊക്കെ ഞാനിവിടെ ഇപ്പോൾ കൊടുക്കാം. ഈ സാരി ഇപ്പം ഞാൻ മുഴുവനായും ചെയ്തെടുത്തിട്ടുണ്ട്. മുഴുവൻ ചെയ്ത് കഴിഞ്ഞ് 24 അവേഴ്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുകയും വേണം. ഈ സാരി ഞാൻ ഉടുത്തിരിക്കുന്നതാണ് ഈ ഫോട്ടോയിലുള്ളത്. എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. ഇത് ഞാൻ കുഷ്യൻ കവറിൽ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്തതാണ്. ഇത് സ്റ്റെൻസിൽ പെയിൻറ്റിംഗ് ആണ്. സ്റ്റെൻസിൽ വെച്ചിട്ട് പില്ലോ കവറിൽ ചെയ്തത്. ഇത് ബഡ്സ് വെച്ചിട്ട് പില്ലോ കവറിൽ ഞാൻ ഡിസൈൻ ചെയ്തെടുത്തതാണ്. ഇത് കേരള സാരിയിൽ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തതാണ്. പഴയ സെറ്റ് മുണ്ടിൽ ഞാനൊരു ആപ്ലിക് വർക്ക് ചെയ്ത് നോക്കിയാണിത്. അപ്പോൾ സ്റ്റിച്ചിങ് കൂടാതെ ഇങ്ങനത്തെ ഐഡിയാസൊക്കെയുള്ള വീഡിയോസും എൻ്റെ ചാനലിലുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കയറി കാണണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.